3 വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ച റാപ്പർ വേടൻ. കേസിൽ വേടൻ 2ാം പ്രതിയാണ്. വേടനടക്കം 9 പേർ പിടിയിലായത് കഞ്ചാവ് ഉപയോഗത്തിനിടെയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പുലിപ്പല്ല് കൈമാറിയത് രഞ്ജിത്ത് എന്നയാളാണെന്ന് വേടൻ ഇതിനിടെ മൊഴി നൽകിയിട്ടുണ്ട്. വേടൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിതിൻ അംബുജൻ, കൊച്ചിയിൽ നിന്ന്. നിതിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ രാത്രിയാണ് വനംവകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് വേടനെ കൈമാറിയത്. ഇന്നലെ രാത്രി 12 മണിയോട് തന്നെ വേടനെ കോടനാടേക്ക് എത്തിച്ചു. ഇപ്പോൾ മേഘപാല ഫോറസ്റ്റ് ഓഫീസിലാണുള്ളത്. വൈകാതെ തന്നെ കോടനാടേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യലിൽ ഒരുങ്ങും. എന്തായാലും രഞ്ജിത്ത് എന്ന ഒരു ആളാണ് 2024 തനിക്ക് ഈ ഒരു വിദേശത്തുള്ള ഒരു രഞ്ജിത്ത് എന്ന ഒരാളാണ് തനിക്ക് തമിഴ്നാട്ടിൽ വെച്ച് ഈ ഒരു മാല നൽകിയെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും രഞ്ജിത്തിനെ ഇനി വിളിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. മാത്രമല്ല, രഞ്ജിത്തിന് ഇത് എവിടെ നിന്ന് ലഭിച്ചു, കൂടാതെ ഈ ഒരു മൊഴി അത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ എല്ലാം തന്നെ നടപടികൾ ഇപ്പോൾ വനംവകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ 6 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നു. കഞ്ചാവ് പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് 6 ഗ്രാം ആണ്. മാത്രമല്ല, ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. പക്ഷേ കുരുക്കായത് ഈ വനംവകുപ്പിന്റെ കേസാണ്. അതിന്റെ നിയമ നടപടികളാണ് ഇപ്പോൾ വേടൻ നേരിടുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട എഫ്ഐആറിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. ചാലക്കുടി സ്വദേശിയായ ആഷിഖ് എന്ന ആളാണ് വേടനും അതോടൊപ്പം സംഘത്തിനും ഈ കഞ്ചാവ് കൈമാറിയത്. ഇപ്പോൾ അതിന്റെ സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. മാത്രമല്ല, ഇയാൾ 3 വർഷമായി ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. പലപ്പോഴും ഇത് നിർത്താൻ ശ്രമിച്ചു, പക്ഷേ അത് കഴിഞ്ഞില്ല എന്നും മൊഴിയായി പോലീസിന് നൽകിയിട്ടുണ്ട്. എന്തായാലും വേടൻ ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സ്വാഭാവികമായിട്ടും ചോദ്യത്തിലടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നുണ്ട്. ഇത് എവിടെ നിന്ന് ലഭിച്ചു, മാത്രമല്ല ഇത് ആര് കൈമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വിശദമായ ഒരു അന്വേഷണമാണ് ഇനി വനംവകുപ്പ് നടത്തുക. ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാകും പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുക. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്.